രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായം. ഇസ്രായേൽ രാജാവായ യെഹോവാഹാസിൻ്റെ മകനായി യോവാശിൻ്റെ 2-ാം ആണ്ടിൽ യഹൂദ രാജാവായ യോവാശിൻ്റെ മകൻ അമസ്യാവ് രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ യെരൂശലേമിൽ 29 സംവത്സരം വാണു. യെരൂശലേംകാരത്തിയായ അവൻ്റെ അമ്മയ്ക്ക് യഹോവദ്ദാൻ എന്നു പേർ. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തൻ്റെ പിതാവായ ദാവീദ് എന്ന പോലെ അല്ലതാനും തൻ്റെ അപ്പനായ യോവാശ് ചെയ്തതുപോലെയൊക്കെയും അവൻ ചെയ്തു. എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. രാജ്യത്വം അവന് സ്ഥിരമായപ്പോൾ തൻ്റെ അപ്പനായ രാജാവിനെ കൊന്ന ഭൃത്യന്മാരെ അവൻ കൊന്നുകളഞ്ഞു. എന്നാൽ പുത്രന്മാർക്ക് പകരം പിതാക്കന്മാർക്ക് പകരം പുത്രന്മാരും മരണശിക്ഷ അനുഭവിക്കരുത്. താൻ്റെ പാപത്തിന് താൻ മരണശിക്ഷ അനുഭവിക്കണമെന്ന് യഹോവ കൽപ്പിച്ചതായി മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ കൊലപാതകന്മാരുടെ മക്കളെ കൊല്ലാതിരുന്നു. അവൻ ഉപ്പ് താഴ്വരയിൽ വച്ച് എദോമ്യരിൽ 10,000 പേരെ കൊന്നു. സേലയെ യുദ്ധം ചെയ്തു പിടിച്ചു. അതിന് യൊക്തെയേൽ എന്ന് പേർ വിളിച്ചു. അത് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. ആ കാലത്ത് അമസ്യാവ് യേഹൂവിൻ്റെ മകനായ യെഹോവാഹാസിൻ്റെ മകൻ യഹോവാഷ് എന്ന് ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച്, വരിക, നാം തമ്മിലൊന്ന് നോക്കുക എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവായ യഹോവാഷ് യഹൂദ രാജാവായ അമസ്യാവിന് മറുപടി കൊടുത്തയച്ചത്, ലെബാനോനിലെ മുൾപ്പടർപ്പ് ലെബാനോനിലെ ദേവദാരുവിനോട്, നിന്റെ മകളെ എൻ്റെ മകന് ഭാര്യയെ തരിക എന്ന് ആളയച്ചു പറയിച്ചു. എന്നാൽ ലെബാനോനിലെ ഒരു കാട്ടുമൃഗം കടന്നു പോകുകയിൽ മുൾപ്പടർപ്പിനെ ചവിട്ടിക്കളഞ്ഞു. എദോമ്യരെ തോൽപ്പിച്ചതുകൊണ്ട് നീ നിഗളിച്ചിരിക്കുന്നു. പ്രശംസിച്ചുകൊണ്ട് നിന്റെ വീട്ടിലിരുന്നു കൊള്ളുക. നീയും നിന്നോട് കൂടെ യഹൂദയും വീഴുവാൻ തക്കവണ്ണം അനർത്ഥത്തിൽ ചെന്ന് ചാടുന്നത് എന്തിന്? എന്നാൽ അമസ്യാവ് കേട്ടില്ല. ആകയാൽ ഇസ്രായേൽ രാജാവായ യഹോവാഷ് പുറപ്പെട്ടു ചെന്ന് യഹൂദയ്ക്കുള്ള ബേത്ത് ഷെമേഷിൽ വെച്ച് അവനും യഹൂദ രാജാവായ അമസ്യാവും തമ്മിൽ നേരിട്ടു. യഹൂദ ഇസ്രായേലിനോട് തോറ്റ് ഓരോരുത്തൻ തൻ്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. അഹസ്യാവിൻ്റെ മകനായ യഹോവാഷിൻ്റെ മകൻ അമസ്യാവ് എന്ന യഹൂദ രാജാവിനെ ഇസ്രായേൽ രാജാവായ യഹോവാഷ് ബെത്ത് ഷെമേരിൽ വെച്ച് പിടിച്ചിട്ട് യെരൂശലേമിലേക്ക് വന്ന് യെരൂശലേമിൻ്റെ മതിൽ എഫ്രൈം പടിവാതിൽ മുതൽ കോൺപടി വാതിൽ വരെ 400 മുഴം ഇടിച്ചു കളഞ്ഞു. അവൻ യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട പൊന്നും വെള്ളിയുമൊക്കെയും സകല ഉപകരണങ്ങളും എടുത്ത് ജാമ്യക്കാരെയും പിടിച്ചുകൊണ്ട് ശമരിലേക്ക് മടങ്ങിപ്പോയി. യഹോവാഷ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ്റെ പരാക്രമ പ്രവൃത്തികളും അവൻ യഹൂദ രാജാവായ അമസ്യാവോട് യുദ്ധം ചെയ്തതും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. പിന്നെ യഹോവാഷ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ശമരിയയിൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു. അവൻ്റെ മകനായ യൊരെബെയാം അവനു പകരം രാജാവായി. ഇസ്രായേൽ രാജാവായ യെഹോവാഹാസിൻ്റെ മകനായി യഹോവാഷിൻ്റെ മരണശേഷം യഹൂദ രാജാവായ യോവാശിൻ്റെ മകൻ അമസ്യാവ് 15 സംവത്സരം ജീവിച്ചിരുന്നു. അമസ്യാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യെരൂശലേമിൽ അവന് വിരോധമായി ഒരു കൂട്ടുകെട്ടുണ്ടായിട്ട് അവൻ ലാഗീഷിലേക്ക് ഓടിപ്പോയി. എന്നാൽ അവർ അവൻ്റെ പിന്നാലെ ലാഗീഷിലേക്ക് ആളയച്ച് അവിടെ വെച്ച് അവനെ കൊന്നുകളഞ്ഞു. അവനെ കുതിരപ്പുറത്ത് വെച്ച് കൊണ്ടുവന്നു യെരൂശലേമിൽ ദാവീദിൻ്റെ നഗരത്തിൽ തൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു. യഹൂദ ജനമൊക്കെയും 16 വയസ്സ് പ്രായമുള്ള അസര്യാവെ കൊണ്ടുവന്ന് അവൻ്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവാക്കി. രാജാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഏലത്ത് പണിതതും അതിനെ യഹൂദയ്ക്ക് വീണ്ടുകൊണ്ടതും ഇവൻ തന്നെ. യഹൂദ രാജാവായ യോവാശിൻ്റെ മകൻ അമസ്യാവിൻ്റെ 15-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ യോവാശിൻ്റെ മകൻ യൊരെബെയാം രാജാവായി ശമരിയയിൽ 41 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിൻ്റെ മകനായ യൊരെബെയാമിൻ്റെ പാപങ്ങളൊന്നും വിട്ടുമാറിയില്ല. ഗത്ത് ഹേഫർകാരനായ അമിത്തായിയുടെ മകനായ യോനാ പ്രവാചകൻ എന്ന തൻ്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം അവൻ ഹാമാത്തിൻ്റെ അതിർ മുതൽ അരാബയിലെ കടൽ വരെ ഇസ്രായേലിൻ്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി. ഇസ്രായേലിൻ്റെ കഷ്ടത എത്രയും കഠിനം, സ്വതന്ത്രനോ അസ്വതന്ത്രനോ ഇല്ല, ഇസ്രായേലിന് സഹായം ചെയ്യുന്നവനുമില്ല എന്ന് യഹോവ കണ്ടിട്ട് ഇസ്രായേലിൻ്റെ പേർ ആകാശത്തിൻ കീഴിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് യഹോവ അരുളി ചെയ്യാതെ യോവാശിൻ്റെ മകനായ യൊരെബെയാം മുഖാന്തരം അവരെ രക്ഷിച്ചു. യൊരെബെയാമിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവൻ യുദ്ധം ചെയ്തതും യഹൂദയ്ക്കുണ്ടായിരുന്ന ദമ്മേശക്കും ഹമാത്തും ഇസ്രായേലിന് വീണ്ടുകൊണ്ടതിൽ അവൻ കാണിച്ച പരാക്രമവും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യൊരെബെയാം ഇസ്രായേൽ രാജാക്കന്മാരെ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ മകനായ സെഖര്യാവ് അവന് പകരം രാജാവായി.